എൻ്റെ പൊന്നോ കേസ് ഒരു വേറെ ലെവലൊരു കാറ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും വെച്ച് നമ്മളിന്ന് ചെറിയൊരു മീറ്റപ്പ് വെച്ചേക്കുവാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഒന്നും കേസ് ഞാൻ വിളിച്ചിട്ടില്ല. നമുക്ക് പരിചയമുള്ള കുറച്ച് മച്ചാന്മാരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. എന്തായാലും അവർ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. ഇത് നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ മച്ചാനായ കേസ് അബിവൈറ്റ് നമുക്ക് തന്നൊരു വണ്ടിയാണ് ടൊയോട്ടയുടെ സെലിക്ക. എന്തായാലും ഗൈസ് ഈ ഒരു വണ്ടിയുടെ മെയിൻ ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ഒടുക്കത്തെ പവറാണ് കേട്ടോ. നമുക്കങ്ങനെ ചുമ്മാ അങ്ങ് ഓടിച്ച് നടക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ഹൈവേ ഒക്കെ കിട്ടിയാലേ കേസ് ഈ ഒരു വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലത്തെ പവറാണേ. അതുകൊണ്ട് സൈഡിൽ ഏതോ ഒരു മച്ചാൻ വന്നിട്ടുണ്ട്, സിവിക്കിലാണ് വന്നിട്ടുള്ളത്. ആ വണ്ടി എന്തായാലും കേസ് നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം ഡെയിലി കേസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയണമെങ്കിൽ കേസ് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ സ്റ്റഡീസും അതും ഇതും കാരണമായിട്ട് കേസ് മൊത്തത്തിൽ തിരക്ക് പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാക്സിമം വീഡിയോസ് ഇടുന്നതായിരിക്കും. മാക്സിമം കേസ് എനിക്ക് ഡെയിലി വീഡിയോസ് ഇടണമെന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടക്കുന്നില്ല, അതാണ് ഒരു പ്രശ്നം. ഇതെന്താണ് ടൊയോട്ട സെയിക്കായിട്ടൊക്കെയാണോ വന്നിരിക്കുന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിരുന്ന് നോക്കിയോട്ടെ. അതിനെന്താടാ മച്ചാനെ, നീ എന്തൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? നിനക്കങ്ങ് കയറി ഇരുന്നാൽ പോരെ. എൻ്റെ വണ്ടി കേസ് ഞാൻ അങ്ങനെ ലോക്ക് ചെയ്യാറേ ഇല്ല. ലോക്ക് ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും വലിയൊരു മീറ്റപ്പൊക്കെ വെക്കുവാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്ത് വെക്കും. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പം വണ്ടി അവിടെ തന്നെ വേണം. ഇതാണ് കേട്ടോ നമ്മുടെ മച്ചാൻ്റെ വണ്ടി. എന്തായാലും ഒരു ബാറ്റ്മാൻ എഡിഷനിലാണ് കേട്ടോ വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മച്ചാൻ മാത്രമല്ല, ഇനിയും കുറേ ആൾക്കാരൊക്കെ വരാനുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ സമയത്തിനെക്കാട്ടിലും ഒരു അരമണിക്കൂർ മുമ്പെയാണ് കയറിയിരിക്കുന്നത്. ഇതങ്ങനെ വലിയ രീതിയിലുള്ളൊരു മീറ്റപ്പ് ഒന്നും അല്ല. ജസ്റ്റ് എൻ്റെ ഒരു വണ്ടി ഓടിക്കണം. വണ്ടി ഓടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കേസ് നമ്മുടെ മച്ചന്മാരുടെ കൂടെ പോകണമെന്നും എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഹൈവേ കയറിയാണ് പോകുന്നത്. കാരണം ഗൈസ് ഈ ഒരു വണ്ടിയുടെ സ്പീഡ് നോക്കണമെങ്കിൽ നമ്മൾ ഹൈവേ കയറിയേ പറ്റത്തുള്ളൂ. ഹൈവേ കയറിയിട്ട് വേണം ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാനായിട്ട്. ഇതാണ് കേസ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയർ മൊത്തത്തിൽ അങ്ങ് മോഡിഫൈ ചെയ്ത് വേറെ ലെവലാക്കിയിരിക്കുകയാണ്. മൊത്തത്തിലൊരു സ്പോർട്സ് കാർ ആക്കിയിരിക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പതിയെ ഗൈസ് ആക്സിലേറ്റർ കൊടുത്തു വിട്ടു അങ്ങനെയാണ് ഞാൻ ഓടിക്കുന്നത്. നമുക്കങ്ങനെ വെച്ചോണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല. വെച്ചോണ്ടിരിക്കുവാണെങ്കിൽ ഈ ഒരു വണ്ടി എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇടിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഓടിച്ച് അവസാനത്തെ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കിന് എന്തായാലും ഈ ഒരു വണ്ടി ഒരു ഇടി കഴിയുന്നതായിരിക്കും. എന്തായാലും ഇപ്പം നമുക്ക് വണ്ടി അങ്ങോട്ട് കൊളുത്താനായിട്ട് പറ്റത്തില്ല. ഞാൻ കൊളുത്താനായിട്ട് പോകുന്നത് എവിടെയാണെന്നറിയാവോ? നമ്മുടെ ഹൈവേയിലാണ്. ഈ ഒരു വണ്ടി വിറയ്ക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ചില വണ്ടികളൊക്കെ നമ്മൾ ഓവർ സ്പീഡ് ആയി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വിറയ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റത്തില്ല. ഇതങ്ങനെ വിറയ്ക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തായാലും ഇപ്പം ചെറുതായിട്ടൊരു റോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പതിയെ ഇങ്ങനെ കാല് കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഹൈവേ എത്തിയിട്ട് കേസ് ഞാൻ നിങ്ങളെ ആ ഒരു സ്പീഡോമീറ്ററും കൂടെ കാണിച്ചു തരാം, വണ്ടി എന്തോരം സ്പീഡ് കയറി വന്നേ. അപ്പം കുറേ മച്ചാന്മാരൊക്കെ കേസ് നമ്മുടെ ആ ഒരു സിറ്റി 1 വന്നിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരെ സിറ്റി 2 പോന്നേക്കാൻ. കാരണം നമ്മളിപ്പം അവസാനിക്കുന്ന കേസ് ഈ ഒരു വണ്ടി ഓടിച്ച് അവസാനിക്കുന്നത് അവിടെ ആയിരിക്കും. മുമ്പേ ആ സിവിക്ക് വന്ന മച്ചാൻ കേസ് എൻ്റെ കൂടെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഹൈവേയിലേക്ക് കയറുമ്പം എൻ്റെ പൊടി പോലും ആ ഒരു മച്ചാന് കാണാനായിട്ട് പറ്റുന്നതല്ലായിരിക്കും. കുറേ ആൾക്കാർ പുറകെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അവരെല്ലാം കൂടെ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാവേ. ഞാൻ എന്താണ്ട് ഹൈവേ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നാണോ ഇതിൻ്റെ സ്റ്റാർട്ടിങ്? അല്ല കേട്ടോ, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഒരു ഹൈവേ സ്റ്റാർട്ടാകുന്നത്. ഓക്കെ, എന്തായാലും തന്നെ ഇവിടെ നിന്നാണ് കേട്ടോ ഹൈവേ സ്റ്റാർട്ടാകുന്നത്. നമുക്ക് നൈസായിട്ട് കേസ് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയേക്കാവേ. രണ്ട് സൈഡിൽ വേറൊരു സിവിക്കിലൊരു മച്ചാൻ വന്നിട്ടുണ്ട്. ടെക്നോ എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ മോനെ കേസ് രണ്ട് അടിപൊളി വർക്കാണ് കേട്ടോ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. എനിക്കൊരു വർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല രണ്ട് അപ്പുറത്തേക്ക് നോക്കുമ്പം കേസ് വേറെ ഒരു ഈ കാർ കേസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് വേറൊന്നും അല്ല, മറ്റേ വിൻറ്റേജ് ബെൻസ് W124 ഗേസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി ഇത് ഇത്ര വിൻറ്റേജ് കാറായതുകൊണ്ട് വലിയ സ്പീഡൊന്നും ഇല്ല. അപ്പം നമ്മുടെ വണ്ടിയുടെ 7 അയലത്ത് ഇതിന് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. എന്തായാലും ഇത്ര ആൾക്കാരെ കേസ് കറൻ്റ് വന്നിട്ടുള്ളൂ. വരുന്നവരോടൊക്കെ ഞാൻ നമ്മുടെ സിറ്റി 2 വരാനായിട്ട് പറയാം. സിറ്റി 2 ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ക്രേസി സംഭവങ്ങൾ അവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും അത് അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. ഈ ഒരു വണ്ടി ഈ കോലത്തിൽ തന്നെ സിറ്റി 2 എത്തുമോയെന്നും എനിക്കറിയത്തില്ല. എത്തിയില്ലെങ്കിൽ നമ്മളെന്തായാലും ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കയറി വണ്ടി സെറ്റാക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ ജസ്റ്റ് കാല് കൊടുത്തപ്പം തന്നെ ഗൈസ് 300 കയറിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നുണ്ട്. ഓക്കെ നമുക്കെന്തായാലും ബ്രേക്ക് പിടിച്ചേക്കാവേ. അതെന്തായാലും മുന്നോട്ട് പോകത്തില്ല. അപ്പം ഒന്നുകൂടെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. കണ്ടോ, ജസ്റ്റ് കാല് കൊടുത്തപ്പോഴേ എന്തോ സ്പീഡിലാണ് കയറുന്നത്. അവരുടെ ഒന്നും കേസ് ഒരു പൊടി പോലും ഇല്ല. അവരൊക്കെ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് ഇപ്പം 400 ആയിട്ടുണ്ട്. മാക്സിമം കേസ് വണ്ടി 600 കയറ്റാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ 600 കയറുന്നില്ല. കയറുമ്പോഴത്തേക്കിനും വണ്ടി അങ്ങ് വിറയ്ക്കാനായിട്ട് തുടങ്ങും. അതാണ് ഒരു പ്രശ്നം. ഈ ഒരു ഏരിയ ഒക്കെ കേസ് മാറിയോ? കുറേ മാറ്റങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഈ ഒരു ഏരിയ ഒക്കെ വന്നിട്ട് തന്നെ കുറേ കാലങ്ങളായി കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും 500 കേസ് കയറിയിട്ടുണ്ട്. എൻ്റെ മോന് കേസ് 500 km/h. ഓക്കെ കേസ്, എന്തായാലും 500 കയറിയപ്പം തന്നെ നമ്മുടെ വണ്ടി ഞാൻ ഇടിച്ചിരിക്കുകയാണ്. പുറകെയൊക്കെ കേസ് നമ്മുടെ മച്ചാന്മാരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ എന്നെക്കാട്ടിലും കേസ് ഭയങ്കര ഡിസ്റ്റൻസ് ബാക്കിലാണ് കേട്ടോ. എന്തായാലും ഞാനിത് നിർത്തുന്നില്ല. നമ്മുടെ ഒരു ഹൈവേ എൻഡ് ആകുന്നിടം വരെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാനായിട്ട് പോകുവാണ്. ഹൈവേ എൻഡ് ആകുന്ന അവിടെ നമുക്ക് നമ്മുടെ മച്ചാന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവേ. ഓടി ഏകദേശം നമ്മുടെ ഹൈവേ എൻഡ് ആയിട്ടുണ്ട്. എൻ്റെ പൊന്നോ കേസ്, ബ്രേക്ക്. എൻ്റെ അളിയ ബ്രേക്ക് കിട്ടിയില്ല കേട്ടോ. വണ്ടി അങ്ങ് സ്കിഡായി കറങ്ങി തിരിഞ്ഞ് ഏതൊക്കെയോ കാട്ടിനകത്തൊക്കെ പോയി. ഏതൊക്കെ പോസ്റ്റ് ഞാൻ ഇടിച്ചൊക്കെ തകർക്കുന്നുണ്ട്. അതുപോലെയാണ് കേസ് ഇതിൻ്റെ പവർ. എന്ത് വേറെ ലെവല് സാധനം, ഒന്നും പറയാനില്ല കേസ്. റോക്കറ്റ് എന്ന് വേണേൽ പറയാം, റോക്കറ്റ്. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് സിറ്റി 1 വരെയൊക്കെ പോകണമെങ്കിൽ വിത്തിൻ വിത്തിൻ മിനിറ്റ് മാത്രം മതി. വണ്ടിയുടെ കോലം കണ്ടോ, ഫ്രണ്ട് മൊത്തം ഇടിച്ച് തകർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് സിറ്റി 2 ചെന്നിട്ട് വേണം അതൊന്ന് റിപ്പയർ ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം നമ്മുടെ ഒരു ക്രേസി സംഭവം ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു മച്ചാൻ ഓടി എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ പൊടി പോലും ഇല്ല, എവിടാണോ എന്തോ. എന്റെ പൊന്നു നവൻ ബ്രോ, നിങ്ങൾ എന്നോ പോക്കാ പോയത്? നിങ്ങൾ എന്താ റോക്കറ്റാ വല്ലതാണോ പോയത്? ഏറെക്കുറെ ഇത് ചെറിയൊരു റോക്കറ്റ് പോലൊക്കെ തന്നെയാന്ന് കൂട്ടിക്കോ. ഞാൻ നിങ്ങളുടെ പുറകെ പിടിക്കാൻ പെട്ട പാട്. കുറേ നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കേസ് നമ്മുടെ മച്ചാന്മാരൊന്നും ഇവിടെ എത്തിയിട്ടില്ല. 2 പേര് മാത്രമേ ഇത്ര നേരമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഇവരുടെ വണ്ടിക്കൊന്നും കേസ് പവർ ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കേസ് നമുക്ക് സമയം കളയാണ്ട് നേരെ ആ ഒരു ക്രേസി സംഭവം ചെയ്യാനായിട്ട് അങ്ങ് പോയേക്കാം. വേറെ ഒന്നുമല്ല കേസ്, നമ്മുടെ ആ ഒരു പോലീസ് സ്റ്റേഷനില്ലേ, പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ നമ്മളൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഗ്രൗണ്ടിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാര്യം കുറച്ച് ടാസ്ക് പിടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. എനിക്കിതുപോലത്തെ ക്രേസി സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ എന്തോരം കേസ് ക്രേസി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. എൻ്റെ പൊന്നോ, ഇതെന്താണ്? ഇതിനാണെങ്കിൽ ഒരു തുള്ളി കൺട്രോൾ കിട്ടുന്നില്ലേ. ഞാൻ എന്തായാലും മാക്സിമം നേരെ അടിച്ചു വിട്ട് നേരെയാണ് നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പ് വരുന്നത്. അങ്ങോട്ടൊന്ന് കയറ്റിയിട്ട് നമുക്കതൊന്ന് ശരിയാക്കാം. ഈ ഒരു വണ്ടി കുറച്ചങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കിനും വണ്ടിയുടെ ടയർ മൊത്തം അങ്ങ് തീരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത്. എൻ്റെ മിക്ക വണ്ടികളും കേസ് എന്തെങ്കിലുമൊക്കെ പണി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നാണ് കേട്ടോ ശരിയാക്കാറുള്ളത്. ഞാൻ സിറ്റി 2 സമയത്ത്. സിറ്റി 2 സിറ്റി 1 ജീവിക്കുന്നെങ്കിൽ അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു വർക്ക്ഷോപ്പിലായിരിക്കും ഞാൻ കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത്. അതെൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വണ്ടിക്കാണെങ്കിൽ ഒടുക്കത്തെ സൗണ്ടുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കയറി അങ്ങ് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആദ്യം നമ്മുടെ മച്ചന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വരട്ടെ, അതിന് ശേഷം വേണം നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുക വേണമല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പം സാധാ വണ്ടി ചെയ്യുന്ന പോലല്ല ഈ ഒരു വണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ക്രേസി ആയിരിക്കും. ഇവിടെ ഒരു ബസ്സൊക്കെ വന്നിട്ടുണ്ട്. സുൽത്താൻ എന്നൊക്കെ എഴുതിയിട്ട് സൈഡിലൊക്കെ ആണെങ്കിൽ വിഷയം വർക്കൊക്കെയാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഇത്രയും മച്ചന്മാർ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉള്ളവർ ഇപ്പോഴും സിറ്റി 1 കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരെ നോക്കി നിൽക്കാനായിട്ടുള്ളൊരു സമയം ഗൈസ് എൻ്റെ മുന്നിലില്ല. ഇനി നമുക്ക് കുറേ അധികം പരിപാടികളൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഹൗസ് വാമിങ് വരുന്നുണ്ട്. അതോടനെ പണി ഇപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു റേസിങ് പരിപാടി അതും കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ. ഈ സിവിക്ക് നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് കയറ്റിയിട്ടേക്കാം. എന്നിട്ട് നടുക്കപ്പം നമുക്ക് ഫ്രീ ആയല്ലോ, ഏരിയ ഫ്രീ ആയി. എന്നിട്ട് നമുക്ക് വണ്ടി അവിടെ ഡ്രിഫ്റ്റ് ചെയ്യാവേ. ഞാൻ കേസ് വണ്ടി സെൻറ്ററിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കേസ് വേറെ കുറേ മച്ചന്മാർ അവിടെ വണ്ടി കൊണ്ട് നിർത്തിയല്ലോ. എന്തായാലും ഇതുപോലെ നമുക്കങ്ങ് ഡ്രിഫ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിരുന്നെങ്കിൽ കേസ് നൈസ് ആയിരുന്നേനെ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു വ്യൂ വെച്ച് അങ്ങ് നിങ്ങളെ കാണിച്ചു തരാവേ. എന്തായാലും നമുക്ക് ഇങ്ങനെ അങ്ങോട്ടങ്ങ് ഡ്രിഫ്റ്റ് ചെയ്തേക്കാം. വേറെ ലെവലല്ലേ. ഇതിൻ്റെ സ്മോക്കൊക്കെ വേറെ കളറിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ ഡ്രിഫ്റ്റ് ആകുന്ന കാണാനായിട്ട് വേറെ ലെവൽ വൈബാണ് കേട്ടോ, ഒന്നും പറയാനായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഇട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ പൊന്നോ ഗൈസ്, റിവേഴ്സ് ഡ്രിഫ്റ്റിങ് വേറെ ലെവൽ കേട്ടോ. പക്ഷെ നമുക്ക് കുറച്ചധികം സ്ഥലം വേണം.
ഈ ഒരു സ്ഥലം ഒന്നും പോരാ. ഇനി നമുക്ക് നേരെ അങ്ങ് ബേൺ ഔട്ട് ചെയ്തൊക്കെ എന്തായാലും ഞാൻ പുതിയ ടയർ ഇടാനായിട്ട് പോകണം. അപ്പോൾ ഈ ടയർ അങ്ങ് മൊത്തം അങ്ങ് തീർത്തേക്കാവേ. അതൊക്കെ ഒരു വൈബല്ലേ. അങ്ങനെ കേസ് ഡ്രിഫ്റ്റിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഒരു കോലമായിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇത് നേരെ നമുക്ക് കൊണ്ടുപോയി ശരിയാക്കണം. അതൊക്കെയാണ് അടുത്ത പരിപാടികൾ. അപ്പോൾ കേസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഒരു കിടുക്കാച്ചി വീഡിയോ ഇട്ട് കാണാം. സോ ബൈ ഗൈസ്.